ഹലോ കൂട്ടുകാരെ, ഹാപ്പി സ്ട്രിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് യൂണിറ്റ് 4 ബിഹൈൻഡ് മൂവ്മെന്റ്സ് എന്ന് പറയുന്ന പാഠത്തിന്റെ പാർട്ട് 3 ഷോർട്ട് നോട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യം നമ്മൾ തുടങ്ങുന്നത് ജോയിൻസ് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദ ബോൺസ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ബൈ ജോയിൻസ്. അതായത് ഒരു ബോണിനെ മറ്റൊരു ബോണുമായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ജോയിൻസ് എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. നമ്മളൊരു പൈപ്പിനെ മറ്റൊരു പൈപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ ജോയിൻറ്റ് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെ ജോയിൻസും വർക്ക് ചെയ്യുന്നത്. ദിസ് മേക്സ് മൂവ്മെൻറ്റ് ഈസിയർ. അപ്പോൾ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തിന് കഴിയുള്ളൂ, മൂവ്മെന്റിന് കഴിയുള്ളൂ, അതായത് മൂവ്മെന്റ് എളുപ്പമാവുള്ളൂ. ഇനി നമ്മൾ നോക്കുന്നത് ഈ ജോയിൻസിന്റെ ഭാഗങ്ങളാണ്. ഈ ജോയിൻസിന് പല പല ഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. കണക്റ്റിംഗ് ടു ബോൺസ്, അതായത് രണ്ട് ബോണിനെ കണക്ട് ചെയ്യാൻ ഈ ജോയിന്റിലെ ലിഗമെന്റ്സ് എന്ന് പറയുന്ന പാർട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദ ക്യാപ്സ്യൂൾ സീൻ ഇൻസൈഡ് ഇറ്റ്. ഈ ലിഗമെന്റ് തന്നെ വേറൊരു ഭാഗമുണ്ട്, അതിൻ്റെ പേരാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഹെൽപ്സ് ഇൻ ദ സ്മൂത്ത് മൂവ്മെന്റ് ഓഫ് ബോൺസ്. അപ്പോൾ ഈ ലിഗമെന്റ്സ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബോൺസിൻ്റെ എല്ലുകളുടെ സ്മൂത്ത് ആയിട്ടുള്ള ചലനത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ലിഗമെന്റ്സ് സഹായിക്കുന്നത്. രണ്ടാമത്തെ ഭാഗമാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഫൗണ്ട് കവറിങ് ദ ടിപ്പ് ഓഫ് ഈച്ച് ബോൺ. ഓരോ ബോണിനെയും കവർ ചെയ്തിട്ട്, അതായത് ഓരോ ബോണിൻ്റെയും ടിപ്പ് പോർഷൻ ഉണ്ടാവും അല്ലേ, അവിടെ ഒരു കവർ ചെയ്തിട്ട് കാണുന്നതാണ് ഈ കാർട്ടിലേജ് എന്ന് പറയുന്നത്. അതായത് കാർട്ടിലേജ് കവറിങ് ആണ് ഉള്ളത്. രണ്ട് ബോണുകൾ തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പം അതിനെയൊക്കെ കുറയ്ക്കുന്ന ആളാണ് ആര്? ഈ കാർട്ടിലേജ്. കാർട്ടിലേജ് ഉണ്ടായാൽ ആ ഫ്രിക്ഷൻ്റെ അളവ് കുറയും, അല്ലെ ഫ്രിക്ഷൻ ഉണ്ടാവില്ല എന്ന് പറയാം. മൂന്നാമത്തെ ഭാഗമാണ് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് പ്രസന്റ് ബിറ്റ്വീൻ ദ ടു ബോൺസ്. രണ്ട് ബോണുകൾക്കിടയിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ പേരാണ് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ഓൾസോ റെഡ്യൂസസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബോൺസ്. അതായത് കാർട്ടിലേജ് പോലെ തന്നെ ഈ സൈനോവിയൽ ഫ്ലൂയിഡും ഈ രണ്ട് ബോണുകളുടെ ഇടയിലുള്ള ഫ്രിക്ഷനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനി സൈനോവിയൽ സെൽസ് പ്രസന്റ് ഇൻ സൈനോവിയൽ മെംബ്രെയിൻ. അപ്പോൾ ഈ സൈനോവിയൽ സെൽസ്, സൈനോവിയൽ കോശങ്ങൾ എന്ന് പറയുന്നത് സൈനോവിയൽ മെംബ്രെയിനിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രൊഡ്യൂസ് സൈനോവിയൽ ഫ്ലൂയിഡ്. അപ്പം ഈ ബോണുകൾക്ക് ഇടയിലുള്ള സൈനോവിയൽ ഫ്ലൂയിഡിനെ ഉണ്ടാക്കുന്നത് ആരാണ്? സൈനോവിയൽ സെൽസ് ആണ്. ഈ സൈനോവിയൽ സെൽസിനെ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത്? സൈനോവിയൽ മെംബ്രെയിനിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ജോയിന്റിലുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സ്ട്രക്ചർ ഓഫ് എ ജോയിന്റ് കാണാം. അപ്പം നമ്മൾ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഇതിലുണ്ട്. രണ്ട് ബോൺ ഉണ്ട്, ലിഗമെന്റ് ഉണ്ട്, ക്യാപ്സ്യൂൾ, കാർട്ടിലേജ്, സൈനോവിയൽ മെംബ്രെയിൻ, സൈനോവിയൽ ഫ്ലൂയിഡ്. ഇത്തരം ഫിഗറുകളൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കണം, കാരണം ലാബിൽ ചെയ്യാൻ എക്സാമിനുണ്ടാവും. നമ്മളിപ്പോൾ ജോയിൻസിനെ കുറിച്ച് പഠിച്ചു. എന്താണ് ജോയിൻസ്, അതിലുള്ള ഭാഗങ്ങൾ എന്താണെന്നൊക്കെ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻസ് ആണ്. അതായത് പല തരത്തിൽ ജോയിൻറ്റുകളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ജോയിൻ്റ് ആണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പെക്യുലാരിറ്റി, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സൈനോവിയൽ ജോയിൻ്റ്. അതായത് ഇതൊരു സൈനോവിയൽ ജോയിൻ്റ് ആണ്. സൈനോവിയൽ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ബോണുകൾക്കിടയിലുള്ള ഒരു ജോയിൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ എന്താണ്, ഈ ബോൺസിൻ്റെ ഫ്രീ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ജോയിൻറ്റിനെയാണ് നമ്മൾ സൈനോവിയൽ ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് എന്താണ്, സൈനോവിയൽ ജോയിൻ്റ് ആണ്. രണ്ടാമത്തത്, ഇറ്റ് അലൗസ് ദ ഗ്രേറ്റസ്റ്റ് റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്. അതായത് ഈ ഒരു ജോയിൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര നല്ല രീതിയിൽ മൂവ്മെൻറ്റിന്, ചലനത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത്, ഇൻ ദിസ് ടൈപ്പ് ഓഫ് ജോയിന്റ് ദ ഹെഡ് ഓഫ് ദ ബോൺ ഈസ് ഫിറ്റഡ് ഇൻ ടു എ സോക്കറ്റ് ഓഫ് അനദർ ബോൺ. അതായത് ഈ ഒരു ജോയിന്റിൽ ഒരു ബോണിൻ്റെ ഹെഡ് മറ്റൊരു ബോണിൻ്റെ സോക്കറ്റിലേക്കായിട്ട് നിൽക്കുന്നത് പോലെയാണ് നമുക്കിതിൽ കാണാൻ പറ്റുക. ഇനി ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എവിടെയാണ് കാണാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഷോൾഡറിലുള്ള ആ ഷോൾഡർ ബോണും മറ്റൊരു സോക്കറ്റിലേക്കാക്കിയിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്.
നമ്മുടെ ഷോൾഡർ ബോൺ എന്ന് പറയുന്നത് കണക്ട് ചെയ്തത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് കൊണ്ടാണ്. അടുത്ത നമ്മുടെ ഹിപ്പിലുള്ള ആ ഒരു ബോൺസും കണക്ട് ചെയ്തത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് കൊണ്ടാണ്. ഇവിടെ നമുക്ക് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റിന്റെ പിക്ചർ കാണാം. ഇവിടെ കാണുന്നത് ഷോൾഡറിലെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ജോയിന്റ് ആണ് ഗ്ലൈഡിംഗ് ജോയിന്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തത് എ ഗ്ലൈഡിംഗ് ജോയിന്റ് ഓൾസോ കോൾഡ് എ പ്ലെയിൻ ജോയിന്റ് ഓർ പ്ലനാർ ജോയിന്റ്. ഈ ഗ്ലൈഡിംഗ് ജോയിന്റിനെ നമ്മൾ പ്ലെയിൻ ജോയിന്റ് അല്ലെങ്കിൽ പ്ലനാർ ജോയിന്റ് എന്നും നമ്മൾ പറയാം. പ്ലാനാർ ജോയിന്റ്. രണ്ടാമത്തത് സൈനോവിയൽ ജോയിന്റ് മെയ്ഡ് അപ്പ് ഓഫ് ടു ബോൺസ് ദാറ്റ് മീറ്റ് ഓൺ എ ഫ്ലാറ്റ് ഓർ നിയർലി ഫ്ലാറ്റ് ആർട്ടിക്കുലർ സർഫസ്. അതായത് ഇതും ഒരു ടൈപ്പ് ഓഫ് എന്താണ്, സൈനോവിയൽ ജോയിന്റ് ആണ്. 3. ഗ്ലൈഡിംഗ് ജോയിന്റ്സ് അലോ ദ ബോൺസ് ടു ഗ്ലൈഡ് പാസ്റ്റ് വൺ അനദർ in any direction along the joint plane, including up and down, right and left and diagonally. ഗ്ലൈഡിംഗ് എന്ന് പറയുന്ന പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗ്ലൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുമ്മൽ ഒരു ബോണുമ്മൽ മറ്റൊരു ബോൺ ഇങ്ങനെ ഉരസി പോകുന്ന രീതിയിലാണ് ഇതുണ്ടാവുക. അതാണ് ഗ്ലൈഡിംഗ് എന്ന് പറയുന്ന വേർഡിന് അർത്ഥം. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ബോണിൻ്റെ മുകളിൽ മറ്റൊരു ബോണിനെ ഗ്ലൈഡ് ചെയ്യാനാണ് ഈ ഒരു ജോയിന്റ് ഹെൽപ്പ് ചെയ്യുന്നത്. അത് ഏത് ഡയറക്ഷനും, അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിലും റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആൻഡ് ഡയഗണലി ഏത് ഡയറക്ഷനിലും അത് ഗ്ലൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഗ്ലൈഡിംഗ് ജോയിന്റിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസ്റ്റുമ്മലുള്ളത്, സ്പൈന്, അതേപോലെ ആംഗിൾ, ഇതുമ്മലുള്ള ജോയിന്റ് എന്നൊക്കെ പറയുന്നത് ഗ്ലൈഡിംഗ് ജോയിന്റ് ആണ്. ഇവിടെ നമുക്ക് പിക്ചർ കാണുന്നത് ഗ്ലൈഡിംഗ് ജോയിന്റിൻ റിസ്റ്റുമ്മലുള്ളതാണ്, കൈപ്പത്തിമ്മലുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ടൈപ്പ് ഓഫ് ഗ്ലൈഡിംഗ് ആണ് നടക്കുന്നത്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ജോയിന്റ് ആണ് ഹിഞ്ച് ജോയിന്റ്. The hinge joint roughly resembles with the hinge on the lid of a box. അപ്പോൾ ഒരു ബോക്സ് ലിഡുമ്മൽ ഒരു ഹിഞ്ച് ഉള്ളത് പോലെയാണ് നമുക്ക് ഈ ഒരു ഹിഞ്ച് ജോയിന്റ് കാണാൻ പറ്റുക. ദ മൂവ്മെന്റ് ഓഫ് ദ ഹിഞ്ച് ജോയിന്റ് ഈസ് യൂണിആക്സിയൽ, മീൻസ് വൺ ഡയറക്ഷണൽ. അപ്പം മറ്റ് ജോയിന്റുകളെ പോലെ ഇത് എല്ലാ ഡയറക്ഷനിലും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ഓൺലി വൺ ഡയറക്ഷണൽ മാത്രമേ, അല്ലെങ്കിൽ യൂണി ആക്സിയൽ അല്ലേ, ഒരു ഡയറക്ഷനിൽ മാത്രമേ ഈ ഒരു ജോയിന്റ് കൊണ്ട് നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ. The convex surface of one bone fits on the concave surface of the other bone so that uniaxial movement can be possible. അതായത് ഒരു ബോണിൻ്റെ കോൺവെക്സ് സർഫസ് മറ്റൊരു ബോണിൻ്റെ കോൺകേവ് സർഫസുമായിട്ടാണ് അവിടെ ഫിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡയറക്ഷനിൽ മാത്രമേ ഈ ഒരു ഹിഞ്ച് ജോയിന്റ് കൊണ്ട് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഹിഞ്ച് ജോയിന്റിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് എൽബോയിൽ കാണുന്ന ഫിംഗർ ആൻഡ് ടോസ്, ഇതിലൊക്കെ കാണുന്നത് ഈ ഒരു ഹിഞ്ച് ജോയിന്റ് ആണ്. ഇവിടെ ഈ പിക്ചറിൽ കാണുന്നത് ഹിഞ്ച് ജോയിന്റ് ആണ്. പൈവറ്റ് ജോയിന്റ്, അതിൻ്റെ പെക്യുലാരിറ്റി ആണ് എ പൈവറ്റ് ജോയിന്റ് പെർമിറ്റ്സ് മൂവ്മെന്റ് ഓഫ് ദ ബോൺസ് ഇൻ വൺ പ്ലെയിൻ സജസ്റ്റ് റൊട്ടേഷൻ അറൌണ്ട് എ സിംഗിൾ ആക്സസ്. അപ്പോൾ ഇവിടെയും ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു പ്ലെയിനിൽ മാത്രമേ പൈവറ്റ് ജോയിന്റും മൂവ്മെന്റ് പോസിബിൾ ആക്കുള്ളൂ, അല്ലെങ്കിൽ മൂവ്മെന്റിന് സമ്മതിക്കുള്ളൂ. അപ്പം ഇവിടെ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആക്സസിന് ചുറ്റുമായിട്ട് റൊട്ടേഷൻ ടൈപ്പാണ് ഇവിടുത്തെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ദ പൈവറ്റ് ജോയിന്റ് സിറ്റുവേറ്റഡ് അറ്റ് ദ ബേസ് ഓഫ് ദ സ്കൽ കണക്ട്സ് ദ ഫസ്റ്റ് വെർട്ടബ്രേ ഓഫ് ദ സ്പൈൻ to the second vertebrae, thereby allowing the side to side rotation of the head. അതായത് നമ്മളെ ഹെഡ് നമ്മുടെ സ്കള്ളിൻ്റെ ബേസ് സ്പൈനിൻ്റെ ആദ്യത്തെ വെർട്ടബ്രേ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെയുള്ളത് ഈ പൈവറ്റ് ജോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടൈപ്പ് ഓഫ് സൈഡിൽ നിന്ന് സൈഡിലേക്കായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് റൊട്ടേഷൻ മൂവ്മെന്റ് അല്ലേ പോസിബിൾ ആകുന്നത്. ഈ പിക്ചറിൽ കാണുന്നത് പൈവറ്റ് ജോയിന്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് കണ്ടാൽ നല്ലോണം മനസ്സിലാവും. ഇവിടെ ഹെഡിൻ്റെ ആ സ്കള്ളിൻ്റെ ബേസും ഫസ്റ്റ് വെർട്ടബ്രേ ഓഫ് ദ സ്പൈനും കണക്ട് ചെയ്തത് ഈ പൈവറ്റ് ജോയിന്റ് വഴിയാണ്. അടുത്തത് നോക്കുന്നത് ബോഡി ഗ്രോത്ത് ആൻഡ് ബോൺ ഡെവലപ്മെന്റ്. നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയും അതേപോലെ നമ്മുടെ എല്ലിൻ്റെ ഡെവലപ്മെൻറ്റുമാണ് നോക്കുന്നത്.
ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസെൻറ്റ് ഗ്രോത്ത് റിലൈസ് ഓൺ സ്കെലിറ്റൽ സിസ്റ്റം ഡെവലപ്മെൻറ്റ്. അതായത് നമ്മുടെ ചൈൽഡ്ഹുഡും അഡോളസെൻറ്റ് ഗ്രോത്തും ഒക്കെ സംഭവിക്കുന്നത് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റോട്, അതായത് നമ്മുടെ ബോൺസിൻ്റെ ഒക്കെ വളർച്ച കൂടുന്ന സമയത്താണ് നമ്മൾ പറയാം നമുക്ക് ഹൈറ്റ് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. കാൽഷ്യം ഈസ് എസെൻഷ്യൽ ഫോർ സ്ട്രോങ് ബോൺസ്. ഫുഡ്സ് ലൈക്ക് ഡയറി, ഫിഷ് ആൻഡ് ലീഫി വെജിറ്റബിൾസ് ആർ ഗുഡ് സോഴ്സസ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ നമ്മുടെ ബോൺസിനെ സ്ട്രോങ്ങറും ഹാർഡറും ആക്കുന്ന കുറച്ച് എലമെന്റ്സ് ഉണ്ടെന്ന്. അപ്പോൾ അതിലൊന്നാണ് കാൽഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ കാൽഷ്യം സ്ട്രോങ് ബോൺസിന് വളരെ അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ ഡയറി പ്രൊഡക്ട്സ്, ഡയറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലുൽപ്പന്നങ്ങൾ, അതേപോലെ ഫിഷ്, മത്സ്യം ആൻഡ് ലീഫി വെജിറ്റബിൾസ്, അതൊക്കെ എന്താണ്, ലീഫി വെജിറ്റബിൾസ് ഒക്കെ ഈ നമ്മുടെ ഗ്രോത്തിന്, ബോൺസിൻ്റെ ഒക്കെ സ്ട്രോങ്ങർ ആൻഡ് ഹാർഡർ ആവാനും ഗ്രോത്തിനൊക്കെ എന്താണ് വളരെ നല്ല ഫുഡുകളാണ്. വൈറ്റമിൻ ഡി ഹെൽപ്സ് കാൽഷ്യം അബ്സോർപ്ഷൻ ഒബ്റ്റെയിൻ ത്രൂ സൺലൈറ്റ് എക്സ്പോസർ ആൻഡ് ഫുഡ്സ് ലൈക്ക് എഗ്സ് ആൻഡ് സാർഡിനസ്. അതേപോലെ തന്നെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഈ കാൽഷ്യം അബ്സോർപ്ഷന് നല്ലതാണ്. അപ്പം നമ്മൾ പറഞ്ഞു ബോൺസിന് കാൽഷ്യം ആവശ്യമാണ്. അപ്പോൾ ഈ കാൽഷ്യത്തിന് അബ്സോർബ് ചെയ്യാൻ, അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷന് വൈറ്റമിൻ ഡി നല്ലതാണ്. അതായത് വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി അടങ്ങിയ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. പിന്നെ നമുക്കറിയാം വൈറ്റമിൻ ഡി എവിടെയാണുള്ളത്? നമ്മുടെ സൺലൈറ്റിലുണ്ട്. പ്രോട്ടീൻ സപ്പോർട്ട്സ് ബോൺ ഗ്രോത്ത്, ഇൻക്ലൂഡ് മീറ്റ്, ബീൻസ് ആൻഡ് പീസ് ഇൻ ദ ഡയറ്റ്. അതേപോലെ തന്നെ കാൽഷ്യം പോലെ മറ്റൊന്നാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ആ പ്രോട്ടീനും നമ്മുടെ എല്ലുകളുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ കഴിക്കണം അല്ലേ? ഏതൊക്കെയാണ്? മീറ്റ്, ബീൻസ്, പീസ്, പയറുവർഗ്ഗങ്ങൾ, ഇതിലൊക്കെ എന്തുണ്ട്? പ്രോട്ടീന് നല്ലതുപോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡയറ്റിൽ പ്രോട്ടീനൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ല കാര്യമാണ്. With age, bone density decreases, so a nutritious diet is key to preventing ബോൺ വീക്ക്നിങ് ആൻഡ് ഫ്രാക്ചേഴ്സ്. നമുക്കറിയാം ഏജ് കൂടുന്ന സമയത്ത് ബോൺ ഡെൻസിറ്റി കുറയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് ന്യൂട്രീഷ്യസ് ഡയറ്റ് അടങ്ങിയതാകുന്നത് വളരെയേറെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലുകൾ വീക്ക്നിങ് ആകുന്നത്, അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്നത്, ഫ്രാക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോവുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും? ബോൺസിനെ, എല്ലുകളെ സംരക്ഷിക്കാൻ പറ്റും. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് മസിൽസ് ആൻഡ് ബോൺസ് എനേബിൾസ് ബോഡി മൂവ്മെന്റ്. ഇവിടെ പറഞ്ഞു ഈ ബോൺസിൻ്റെയും മസിൽസിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള, ഇത് രണ്ടും കൂടിയിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം മൂവ് ചെയ്യുന്നത്. വാട്ട് ആർ ദ അതർ ഫങ്ഷൻസ് ഓഫ് ബോൺസ്? അപ്പം ഈ ബോൺസിന്, എല്ലുകളുടെ മറ്റ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഫങ്ഷൻസ് എന്തായിരിക്കും? ഡിസ്കസ് ആൻഡ് എക്സ്പാൻഡ് ദ ലിസ്റ്റ്. ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫോർമേഷൻ ഓഫ് ബ്ലഡ് സെൽസ് ഉണ്ടാവുന്നതിൽ ഈ ബോൺസ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതേപോലെ ബാക്കിയുള്ളത് നമ്മളോട് എഴുതാനാണ്. അപ്പം മറ്റൊരു കാര്യം പറയാം, റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഫ്ലോ. നമ്മുടെ ബ്ലഡ് ഫ്ലോനെ റെഗുലേറ്റ് ചെയ്യുന്നതിലും ബോൺസ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ആസിഡ് ബേസ് ബാലൻസ്, എനർജി സ്റ്റോറേജ്, പ്രൊട്ടക്ഷൻ ഓഫ് ജോയിൻറ്റ്സ്, ഇനിയും കുറേ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു കുറച്ച് ഫങ്ഷൻസ് ആണ് കൊടുത്തത്. മറ്റൊരു ടാബിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു, ദ ബെനിഫിറ്റ്സ് ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത്. എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ ഏതൊക്കെയെന്നുള്ളത് ഒരു ടാബിൾ ഫില്ല് ചെയ്യാനായിരുന്നു. അതാണ് നമ്മളിവിടെ കൊടുത്തത്. നോക്കാം. പാർട്ട് ഓഫ് ദ ബോഡി, കുറച്ച് ബോഡി പാർട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ പാർട്ടുകൾക്കൊക്കെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുന്നത് എന്നാണ് എഴുതേണ്ടത്. ഒന്നാമത്തെ ലങ്സ്, ശ്വാസകോശമാണ്. വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസസ്, വൈറ്റൽ കപ്പാസിറ്റി കൂടും. ഗ്യാസസ് എക്സ്ചേഞ്ച് ബിക്കംസ് എഫിഷ്യൻറ്റ്, അപ്പം നല്ല രീതിയിൽ ഗ്യാസസ് എക്സ്ചേഞ്ച് ലങ്സിൽ നടക്കും. എപ്സ് ആൻഡ് ലെഗ്, അതായത് നമ്മുടെ കൈകൾക്കും കാലുകൾക്കും എന്ത് ബെനിഫിറ്റ്സ് ആണുള്ളതെന്ന് അവിടെ നമുക്ക് എഴുതാം. സ്ട്രോങ്ങർ മസിൽസ് ആൻഡ് ബോൺസ് സ്ട്രോങ് ആവും. ഇംപ്രൂവ്ഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് മൊബിലിറ്റി ഒക്കെ ഫ്ലെക്സിബിൾ ആവും. നമ്മുടെ ഹാൻഡ്സും ലെഗ്സും ഒക്കെ ഭയങ്കര ഫ്ലെക്സിബിൾ ആവും. അതേപോലെ അതിൻ്റെ മൊബിലിറ്റിയും കൂടും, മൂവ്മെൻറ്റും കൂടും എന്നാണ് പറയുന്നത്. അടുത്ത മസിൽസ് ആൻഡ് ബോൺസിന് എന്ത് ബെനിഫിറ്റ്സ് ആണുള്ളത്? ഇംപ്രൂവ്ഡ് മസിൽ ടോൺ കൂടും. ഇംപ്രൂവ്ഡ് പോസ്ചർ, അല്ലേ? നമുക്ക് നല്ലൊരു പോസ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ശരീരഘടന എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഒരു പോസ്ചർ എന്താവും? ഇംപ്രൂവ് ചെയ്യും.
അടുത്ത ഹേർട്ട് ആൻഡ് ബ്ലഡ് വെസൽസിനുള്ളതാണ്. സ്ട്രോങ്ങർ ഹേർട്ട് മസിൽസ് ഒക്കെ എന്താ സ്ട്രോങ് ആവും. ഇൻക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ ആൻഡ് ഓക്സിജനേഷൻ, നല്ലോണം ഓക്സിജൻ ഉള്ളിലേക്ക് വരികയും അതേപോലെ ബ്ലഡ് ഫ്ലോ കൂടുകയും ചെയ്യും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിസോർഡേഴ്സ് ഓഫ് ബോൺസ് ആൻഡ് മസിൽസ്. എക്സസീവ് മസിൽ ആക്ടിവിറ്റി ക്യാൻ ഇമ്പയർ മസിൽ ഫങ്ഷൻ. ബോൺസ് ആർ ആൾസോ സസെപ്റ്റിബിൾ ടു ഇഞ്ചുറി. അതായത് കൂടുതൽ മസിൽ പ്രവർത്തിച്ചാൽ അതെന്താവും, മസിൽസിന്റെ ഫങ്ഷന്, പ്രവർത്തനങ്ങളെ അത് ബാധിക്കും. കൂടുതലായിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ അത് പ്രശ്നമാണ് അല്ലേ. ബോൺസ് ഒക്കെ എന്താക്കും, പൊട്ടിപ്പോവും, അല്ലെങ്കിൽ ബോൺസിന് എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ പറ്റും. ഒന്നാമത്തെ ടൈപ്പാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ബോൺ ഡെൻസിറ്റി ഡിക്ലൈൻസ് മേക്കിംഗ് ബോൺസ് പോറസ് ആൻഡ് ഡാമേജസ്. അതായത് ബോണിന്റെ ഡെൻസിറ്റി കുറഞ്ഞിട്ട് ഈ ബോണുകളിൽ ഡാമേജ് വരികയും പോറസ് ആവുകയും, അതായത് തുള വരികയും ചെയ്യും. ഇവിടെ നമുക്ക് ആദ്യത്തെ പിക്ചറിൽ നല്ല രീതിയിലുള്ള നല്ലൊരു ബോണാണ് കാണാൻ പറ്റുന്നത്. അത് രണ്ടാമത്തെ പിക്ചറിലേക്ക് വരുന്ന സമയത്ത് ഒരു ബ്ലാക്ക് കളർ ഡോട്ട് കാണാൻ പറ്റും. ആ ഡോട്ട് എന്ന് പറയുന്നത് തുളകളാണ്, പോറസ് എന്ന് പറയും. ബോൺ ഡെൻസിറ്റി കുറയുന്നതോട് കൂടിയിട്ട് ബോണിൽ പോറസ് വരികയും ഡാമേജ് വരികയും ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രോട്ടീൻ, കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് കൊണ്ടാണ്. അതായത് പ്രോട്ടീനും കാൽഷ്യവും വൈറ്റമിൻ ഡി ഒക്കെ കുറയുന്ന സമയത്ത് നമ്മുടെ എല്ലുകളുടെ ഡെൻസിറ്റി കുറയും. അതാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. രണ്ടാമത്തേതാണ് റിയൂമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്സ് കാർട്ടിലേജ് ആൻഡ് സൈനോവിയൽ മെംബ്രെയിൻ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ജോയിന്റിന്റെ ഭാഗങ്ങളാണ് കാർട്ടിലേജും അതേപോലെ തന്നെ സൈനോവിയൽ സെൽസ് ഉണ്ടാവുന്ന എവിടുന്നായിരുന്നു, സൈനോവിയൽ മെംബ്രെയിനിലായിരുന്നു. അപ്പം ഈ ഇമ്മ്യൂൺ സിസ്റ്റം ഈ കാർട്ടിലേജിനെയും സൈനോവിയൽ മെംബ്രെയിനെയും അറ്റാക്ക് ചെയ്യും. എന്നിട്ട് കോസിങ് ജോയിന്റ് പെയിൻ ആൻഡ് സ്വെല്ലിങ്. അപ്പം നമ്മുടെ ജോയിന്റ് എന്താവും, ഭയങ്കര വേദനയും അതേപോലെ സ്വെല്ല് ചെയ്യും, വീർക്കുകയും ചെയ്യും. മോർ കോമൺ ഇൻ വുമൻ ദാൻ മെൻ. മെന്നിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് സ്ത്രീകളിലാണ് ഈ ഒരു കണ്ടീഷൻ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ എന്തിനെയാണ് ഇത് ബാധിക്കുക, ജോയിന്റിനെ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്യാണ് എന്ന് ഓർത്താൽ മതി. റിയൂമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഇവിടെ നമുക്ക് 3 പിക്ചർ കാണാൻ പറ്റും. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ളത്. രണ്ടാമത്തെ കണ്ടീഷനിൽ ആ കാർട്ടിലേജും സൈനോവിയൽ മെംബ്രെയിനെ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തേൽ അതിൻ്റെ ഒരു ബൾജിങ് കൂടിയിട്ടില്ല, ഒരു സ്വെല്ലിങ് കൂടിയിട്ടുണ്ട്. മൂന്നാമത്തെ കണ്ടീഷനാണ് മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. മസിൽ ഡാമേജ് ലീഡ്സ് ടു വീക്ക്നെസ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ മസിൽസിന് ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഡാമേജ് ആണ്. ഇത് നമ്മുടെ മസിൽസ് വീക്ക്നെസ് ആവും അല്ലെ, വീക്കൻഡ് ആക്കി മാറ്റും. ഓഫൺ ഇൻ ബോയ്സിലാണ്, ആൺകുട്ടികളിലാണ് കൂടുതലായിട്ട് മസ്കുലർ ഡിസ്ട്രോഫി കണ്ടുവരുന്നത്. പ്രൈമർലി കോസ്ഡ് ബൈ ജനറ്റിക് ചേഞ്ചസ്. അപ്പോൾ ഇതൊരു ജനറ്റിക് ചേഞ്ച്, ജനിതക മാറ്റം കൊണ്ടുണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസോർഡർ ആണെന്ന് പറയാം മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. ആണ് സ്പ്രെയിൻ എന്ന് പറയുന്നത്. ഇഞ്ചുറി ഫ്രം സ്ട്രക്ചേർഡ് ഓർ ടോൺ ലിഗമെന്റ്സ് ഇൻ ജോയിന്റ്സ്. അതായത് ജോയിന്റിലെ ഒരു ഭാഗമായിരുന്നു ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. ആ ലിഗമെന്റിന് ഉണ്ടാവുന്ന ഒരു ഇഞ്ചുറിയാണ് സ്പ്രെയിൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലിഗമെന്റ് കൂടുതൽ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ടോൺ ചെയ്യുന്ന സമയം, കീറിപ്പോകുന്നേരോ ഉണ്ടാവുന്നതാണ് ഈ ഒരു സ്പ്രെയിൻ. ഇതിൻ്റെ എക്സാമ്പിൾ ആംഗിൾ, റിസ്റ്റ്, നീ. ഇവിടെയൊക്കെ നമുക്ക് സ്പ്രെയിൻ വരാം. ആംഗിളിൽ വരാം, റിസ്റ്റിൽ വരാം, നീയിലൊക്കെ, മുട്ടിലൊക്കെ നമുക്ക് സ്പ്രെയിൻ വരാം. സിംറ്റംസ് ഇൻക്ലൂഡ് പെയിൻ, സ്വെല്ലിംഗ്, ബ്രൂയിസിങ് ആൻഡ് ലിമിറ്റഡ് മൂവ്മെൻറ്റ്. അപ്പം ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് വേദന ഉണ്ടാവും, അതേപോലെ സ്വെല്ല് ചെയ്യും, പിന്നെ അതേപോലെ അവിടെ ഒരു ചുവപ്പ് കളറ് വരും, ബ്രൂയിസിങ് ആൻഡ് ലിമിറ്റഡ് മൂവ്മെൻറ്റ്. നമുക്ക് മൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ബോൺ ഡിസോർഡേഴ്സ് ഒക്കെ ആണ് പറഞ്ഞത്. ഇനി മറ്റൊന്നാണ് ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. വെർട്ടബ്രൽ കോളം പ്രൊട്ടക്ട്സ് ദ സ്പൈനൽ കോഡ് ആൻഡ് സപ്പോർട്ട്സ് ദ ബോഡി. നമുക്കറിയാം നമ്മുടെ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അല്ലെ സംരക്ഷിക്കുന്നത് ആരാണ്? വെർട്ടബ്രൽ കോളമാണ്. വെർട്ടബ്രേ ആർ ഇൻഡിവിജ്വൽ ബോൺസ് ഇൻ ദ വെർട്ടബ്രൽ കോളം സെപ്പറേറ്റഡ് ബൈ ഇന്റർവെർട്ടബ്രൽ ഡിസ്ക് ഫില്ലഡ് വിത്ത് ജെൽ ലൈക്ക് സബ്സ്റ്റൻസ്. വെർട്ടബ്രൽ കോളത്തിലുള്ള ഇൻഡിവിജ്വൽ ബോൺസ്
ഒറ്റയ്ക്കുള്ള ബോൺസിനെയാണ് നമ്മൾ വെർട്ടബ്ര എന്ന് പറയുന്നത്. ഈ ഓരോ വെർട്ടബ്രയും സെപ്പറേറ്റ് ചെയ്തത് ഇന്റർ വെർട്ടബ്രൽ ഡിസ്ക് വെച്ചിട്ടാണ്. ആ ഇന്റർ വെർട്ടബ്രൽ ഡിസ്കിൽ എന്തുണ്ട്? ഒരു ജെല്ല് പോലത്തെ സബ്സ്റ്റൻസ് ഉണ്ട്. Intervertebral disc provide flexibility, absorb shocks and evenly distribute body weight. അതായത് നമ്മൾ പറഞ്ഞു ഈ ഒരു ഇന്റർവെർട്ടബ്രൽ ഡിസ്കിൽ എന്തുണ്ട്? ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് നൽകും? ഒരു ഫ്ലെക്സിബിലിറ്റി നൽകും. നമ്മുടെ വെർട്ടബ്രൽ കോളത്തിന് ഒരു ഫ്ലെക്സിബിലിറ്റി നൽകും. അതേപോലെ ഷോക്സ് അബ്സോർബ് ചെയ്യും ആൻഡ് നമ്മുടെ ബോഡി വെയിറ്റ് പോലും നൽകുന്നുണ്ട്. Disc prolapse occurs when the gel-like substance in a disc bulges due to wear, shock or strains. അതായത് ഡിസ്ക് പ്രൊലാപ്സ് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇന്റർവെർട്ടബ്രൽ ഡിസ്കിലുള്ള ജെല്ലില്ലേ, ആ ജെല്ല് ബൾജ് അല്ലെ ഒന്ന് പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ വിയർ, ഷോക്ക് ഓർ സ്ട്രെയിൻ കൊണ്ട് അത് ഉന്തി നിൽക്കുന്നവരാണ് ഈ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടാവുന്നത്. Bulging disc presses on spinal nerves causing numbness, pain, back pain, leg weakness and loss of sensation. ഈ ബൾജ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ സംഭവിക്കും? നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും, അതേപോലെ തന്നെ നല്ല വേദന, കാലിനൊക്കെ വീക്ക്നെസ് ഒക്കെ സംഭവിക്കാം. സിവിയർ കേസസ് റിക്വയർ ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ. അപ്പോൾ ഇതൊക്കെ ഈ വേദനകളൊക്കെ കൂടി വരുന്ന സമയത്ത് നമ്മൾ എന്താക്കണം? മെഡിക്കൽ അറ്റൻഷൻ, അതായത് ഒരു ഡോക്ടറെയൊക്കെ പോയി കാണണം എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ്, അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ലിങ് കൊടുത്തിട്ടുണ്ട്, സ്പ്ലിൻറ്റ് കൊടുത്തിട്ടുണ്ട്, ബാൻഡേജ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫ് സിറ്റുവേഷൻസിലൊക്കെ ഓരോന്ന് കാണുന്ന കേസുകളായിരിക്കും. ഇവിടെ എന്താണ് നമ്മളോട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഈ ഒരു ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ്. അപ്പം ഇവിടെ ഒന്ന് നമ്മൾ സ്ലിങ് എപ്പോഴാണ് ചെയ്യുന്നത്? ഫ്രാക്ചർ, എന്തെങ്കിലും പൊട്ടലുണ്ടാകുന്ന സമയത്ത്, അല്ലെ സ്ട്രെയിന്, ഈ ഒരു കേസിലൊക്കെ നമുക്ക് സ്ലിങ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത സ്പ്ലിൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ലൊക്കേഷൻ വരുന്ന സമയത്ത്, ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കണക്റ്റഡ് ആയിട്ടുള്ള ബോൺസ് വേർതിരിഞ്ഞ് പോകുന്ന സമയത്ത് അല്ലേ, അതാണ് ഡിസ്ലൊക്കേഷൻ. അതിൻ്റെ സമയത്ത് നമ്മൾ സ്പ്ലിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സ്പോർട്സ് ഇഞ്ചുറീസ് വരുന്ന സമയത്ത് യൂസ് ചെയ്യുന്നുണ്ട്. സ്പൈനൽ ഇഞ്ചുറീസ് വരുന്ന നേരം യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ബാൻഡേജ് നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ, സ്പോർട്സ് ഇഞ്ചുറീസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് മറ്റൊരു കാര്യമാണ്. Let us see and study the path of evolution of life through fossils and skeletons. Bones and evolution. The skeletal study shows evidence for the evolution of living organism. Hydroskeleton in organisms like jellyfish and earthworms aid movement. ഹൈഡ്രോസ്കെലിട്ടൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അവിടെ എന്താണ്? ഫ്ലൂയിഡ് ചാമ്പേഴ്സ് അവരുടെ ബോഡിയിലുണ്ടാവും. അപ്പോൾ ഈ ജെല്ലി ഫിഷും എർത്ത് വേമിൻ്റെ കേസിലൊക്കെ അവരുടെ മൂവ്മെൻറ്റിന്, ചലനത്തിന് ഹെൽപ്പ് ചെയ്തത് എന്തുകൊണ്ടാണ്? ഈ ഒരു ഹൈഡ്രോസ്കെലിട്ടൻ ഉണ്ടായിട്ടാണ്. അതായത് അവരുടെ ശരീരത്തിൽ എന്തായിരിക്കും? വെള്ളമായിരിക്കും, വാട്ടർ ആയിരിക്കും. അതുകൊണ്ട് ആ ഹൈഡ്രോസ്കെലിട്ടൻ ആണ് എന്തിന് ഹെൽപ്പ് ചെയ്തത്? അവരുടെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്തത്. എക്സോസ്കെലിട്ടൻ ഡെവലപ്ഡ് ഇൻ ഓർഗാനിസം ലൈക്ക് ക്രാബ്സ് ആൻഡ് മസിൽസ് ഓവർ ടൈം. എക്സോസ്കെലിട്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തുള്ള സ്കെലിട്ടൻസ് അല്ലേ? ഇപ്പോൾ എക്സാമ്പിൾ ക്രാബിൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ ക്രാബിൻ്റെ പുറത്ത് ഷെല്ലുണ്ട്. അപ്പോൾ ആ ഷെല്ലൊക്കെ ഉണ്ടായതെന്ന് പറയുന്നത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ്, അല്ലെങ്കിൽ കാലങ്ങൾക്ക് ശേഷമാണ് അങ്ങനത്തെ എക്സോസ്കെലിട്ടൻസ് ഒക്കെ ഉണ്ടായത് എന്നാണ് പറയുന്നത്. Later, vertebrates with endoskeleton emerged, enabling greater flexibility and support for larger bodies. കുറേ കാലങ്ങൾക്ക് ശേഷം എൻഡോസ്കെലിട്ടൻസ് ഉള്ള വെർട്ടബ്രേറ്റ്സ് ഉണ്ടായി. അതായത് എൻഡോസ്കെലിട്ടൻ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഓർക്കേണ്ടത്? ഹ്യൂമാൻ ബീങ്സ്, നമ്മളെപ്പോലെ ഹ്യൂമാൻ ബീങ്സ്, അതേപോലെ മറ്റ് ആനിമൽസ് ഒക്കെ വരും അല്ലേ? റാബിറ്റ്, ടൈഗർ, ലയൺ, അങ്ങനെ പല, ഇപ്പോൾ ഡൈനോസേഴ്സ് തന്നെ ആയിക്കോട്ടെ അല്ലേ, അവരിലും എൻഡോസ്കെലിട്ടൻ ആണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ വെർട്ടബ്രേറ്റ്സ് കാലങ്ങൾക്ക് ശേഷം ഉണ്ടായി. അപ്പോൾ ആ ഒരു എൻഡോസ്കെലിട്ടൻ എന്ന് പറയുന്നത് ഇവർക്ക് എന്താണ്? ഭയങ്കര ഫ്ലെക്സിബിലിറ്റിയും അതേപോലെ തന്നെ സപ്പോർട്ടും കൊടുത്തു. Bipedal walking marked a significant step in human evolution, allowing human to travel, adapt and expand. ബൈപ്പെഡൽ വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് കാലിന് നടക്കൂലേ, അതാണ് ഉദ്ദേശിച്ചത്.
അപ്പം അങ്ങനത്തെ ഇത് വന്ന സമയത്ത് അതെന്തായി, ഹ്യൂമാൻ എവല്യൂഷൻ നമ്മുടെ അപ്പം ഈ ഹ്യൂമാൻ ബീങ്സിന് ട്രാവൽ ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും ആ ഒരു ബൈപ്പെഡൽ വാക്കിംഗ് ഹെൽപ്പ് ചെയ്തു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായി നോക്കുന്നത് ലൈഫ് ഹിസ്റ്ററി ഫ്രം ബോൺസ്. Evolution explains the formation and diversity of life on Earth over millions of years. അതായത് മില്യൺസ് ഓഫ് ഇയേഴ്സിലും ഈ എവല്യൂഷൻ എന്ന് പറയുന്ന കാര്യം എങ്ങനെയാണ് നമ്മുടെ ഈ എർത്തിൽ ഭൂമിയിൽ ലൈഫ് ജീവൻ ഉണ്ടായത്, ഫോം ചെയ്തത്, അല്ലെങ്കിൽ അതിൻ്റെ ലൈഫിൻ്റെ ഡൈവേഴ്സിറ്റി ഒക്കെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എവിഡൻസ് ഫോർ എവല്യൂഷൻ കംസ് ഫ്രം ജെനറ്റിക്സ്, എംബ്രിയോളജി ആൻഡ് ഫോസിൽസ്. അപ്പോൾ ഈ ഒരു എവല്യൂഷൻ്റെ എവിഡൻസസ് നമുക്ക് എവിടുന്നാ കിട്ടുന്നത്? ജെനറ്റിക്സിലൂടെ കിട്ടുന്നുണ്ട്, എംബ്രിയോളജിയിലൂടെ കിട്ടുന്നുണ്ട്, അതേപോലെ ഫോസിൽസ് റെമണൻസ് കണ്ടിട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ എവല്യൂഷൻ്റെ എവിഡൻസ് കിട്ടുന്നുണ്ട്. Fossil studies from simple bacteria to complex dinosaurs and mammals reveal the story of life's change over time. Fossil evidence helps establish evolutionary relationship among organisms scientifically. Evolutionary research highlights the importance of scientific inquiry in understanding nature. Swedish geneticists Svante Pääbo analyzed ancient DNA, uncovering genetic links between early humans and modern humans. Pääbo pioneered paleogenomics, earning the Nobel Prize in 2022 for his discoveries in extinct hominin genomes. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഇത്രയുമാണ് നോക്കുന്നത്. താങ്ക് യു ഫോർ യുവർ വാച്ചിങ് ആൻഡ് ഫോർ യുവർ പേഷ്യൻസ്. സോ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. അതേപോലെ ലെറ്റേഴ്സ് പോർഷനും അതിനുശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ.